23:2:46 ദേവിയെ സന്ധ്യയ്ക്ക് 7 മണിക്ക് കണ്ടു. ദേവി ഒരു എഴുത്ത് തന്നു. സംസാരിക്കാൻ അസൗകര്യമുണ്ടെന്ന് 4 മണിക്ക് മനസ്സിലായി. ഒരു സഹോദരൻ വന്നിരിക്കുന്നു, അനുജൻ പറഞ്ഞു. എങ്കിലും ഞാൻ ചെന്നു. പലരെയും ഒഴിഞ്ഞുമാറിയാണ് പോയത്. പോകുമ്പോൾ വഴിക്ക് സൗമിനിയെ കണ്ടു. ക്ഷേത്രത്തിൽ പോകുന്നു. ഞാൻ ഇടവഴിയിൽ കയറി നേരെ ചെന്നു. വീടിൻ്റെ മുൻവശത്തുള്ള പടിയിൽ ദേവിയും മറ്റൊരു പുരുഷനും. ശരിക്ക് ആളെ ഞാൻ കണ്ടില്ല. ദേവി എണീറ്റ് വന്നു. പതുക്കെ എഴുത്ത് എൻ്റെ പക്കൽ തന്നിട്ട് ചോദിച്ചു, 6:30 മണിക്കെന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ വന്നിട്ടുള്ള വിവരം അനുജൻ പറഞ്ഞു. അതെ, നമുക്ക് തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് കാണാം. ദേവി എന്നെ തൊട്ടു. ഞാൻ എൻ്റെ പക്കലുള്ള താക്കോലിനെ പറ്റി പറഞ്ഞു. ദേവി പറഞ്ഞു, അത് ഡ്യൂപ്ലിക്കേറ്റാണ്, കയ്യിലിരിക്കട്ടെ. എന്നാൽ തിങ്കളാഴ്ച. നാളെ മറ്റേ സ്ത്രീയെ കാണാൻ അനുജനെ അയച്ചാൽ പോരെ? ഞാൻ കൂടെ വരുന്നത് ആളുകൾ വല്ലതും പറഞ്ഞെങ്കിലോ? പടിയിലിരിക്കുന്ന ആൾ ആരെന്ന് ഞാൻ ചോദിച്ചു. അത് ദേവി പറഞ്ഞു, അമ്മാവൻ്റെ മകൻ. ഞാൻ പോന്നു. വഴിക്ക് സൗമിനിയെ കണ്ടു. സൗമിനി മന്ദഹസിച്ചു. ഞാൻ മുറിയിൽ വന്നു. കവർ നോക്കി. ദേവിക്ക് കോളേജ് വിലാസത്തിൽ വന്ന ഒരു കവർ. അതിൽ 2 എഴുത്തുണ്ട്. രണ്ടും എനിക്ക് തന്നെ. ഒന്ന് മലയാളത്തിൽ, മറ്റൊന്ന് ഇംഗ്ലീഷിൽ. മലയാളത്തിലേക്ക് ഫെബ്രുവരി 16 എന്ന തീയതി കുറിച്ചിട്ടുണ്ട്. എഴുത്ത് ഇപ്രകാരമാണ്. എൻ്റെ ജീവിതേശ, അങ്ങേ വേറിട്ട് എനിക്കൊരു ഇഷ്ടമില്ല. അങ്ങാണ് എൻ്റെ സർവ്വതും. ഈ ലോകത്തിൻ്റെ മുഴുവൻ ക്രൂരദൃഷ്ടിക്ക് മുന്നിൽ എൻ്റെ സ്നേഹം വിജയിക്കും, പ്രകാശിക്കും. ഈ ലോകത്തെ എനിക്ക് പേടിയില്ല. ആജ്ഞാപിക്കുക, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ദേവിയെ മറക്കരുത് എന്ന് മാത്രം. അച്ഛൻ്റെ കാലം വരെ നമുക്ക് തനിച്ച് ജീവിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അങ്ങ് വിഷമിക്കേണ്ട. അങ്ങയുടെ ഒരു ചെറിയ രൂപം കൂടി ഉണ്ടായാൽ പോലും. എനിക്ക് എഴുതിയാൽ തീരാത്ത പല സംഗതികളുണ്ട് സംസാരിക്കാൻ. അതിനൊരു സൗകര്യം കിട്ടട്ടെ. ജോലിയെപ്പറ്റിയും ഭാവിയെപ്പറ്റിയും. എന്നെ കൂടെ കാണരുതെന്ന് പറഞ്ഞതിനെ അങ്ങ് അനുസരിക്കുന്നില്ല. എന്തെങ്കിലും വിളിക്ക് വന്നാൽ ഞാൻ അങ്ങക്ക് നഷ്ടപ്പെടും. ഭയങ്കര വാശിക്കാരനായ അച്ഛൻ. മുൻകോപം. അതിനാൽ സൂക്ഷിക്കുക. അമ്മയുടെ കാര്യം പ്രത്യേകം ഓർക്കുക. അമ്മ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു കാരണം കിട്ടിയാൽ മതി. ഒരു പ്രഭാതം ലോകം കേൾക്കുന്ന ഒരു പുതിയ വർത്തമാനമാകരുത്. എൻ്റെ ബഷീർ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ ദേവി. അതത് നിമിഷങ്ങളിലെ പ്രതിഫലനമാണ് എഴുത്ത്. ഞാൻ ഈ എഴുത്ത് 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ സൂക്ഷിച്ചു വായിച്ചു. മാറ്റണമെന്ന് തോന്നിയില്ല ഒന്നും. ചിലതുകൂടി എഴുതണമെന്ന് തോന്നി. എന്തെന്നോ? ബഷീർ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇതൊരു 1000 തവണ കൂടി എഴുതണമെന്ന് തോന്നി. അതെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദേവി. മൈ ഡിയറസ്റ്റ്, 23rd February. My 4th brother has came today and will leave here for tomorrow mail, so we cannot talk today. Excuse me. We shall meet at 6:45 p.m. at Mana and talk till 7:45 p.m. My dearest, I love you with all my heart. Yours Thangam. 24:2:46 ദേവിയെ ഇന്ന് ഉച്ചയ്ക്ക് കണ്ടു. ഞാൻ വീടിൻ്റെ വാതിൽക്കൽ ചെന്നു നിന്ന് ദേവിയുടെ വീട്ടിലേക്ക് നോക്കി. ആരുമില്ല. അനിയ അനിയ എന്ന് ഞാൻ വിളിച്ചു. ദുർമുഖത്തോടെ ദേവിയുടെ വൃദ്ധനായ അച്ഛൻ വരാന്തയിൽ വന്നു നോക്കി. എന്താ എന്ന് ചോദിച്ചു. തീരെ മര്യാദ ഇല്ലാത്ത മട്ടിലാണ്, കോപത്തോടുകൂടി എന്ന പോലെ. ഞാൻ പറഞ്ഞു, അനിയനെ ഒന്ന് കാണണം. അവരൊക്കെ ഉണ്ണുകയാ. ഞാൻ ദൂരെ മാറി നിന്നു. അദ്ദേഹം കാർക്കിച്ചു ഥൂ എന്ന ശബ്ദത്തോടെ തുപ്പിയിട്ട് അകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ കയ്യിൽ ഒരു കുഞ്ഞുമായി ദേവി വന്നു. പിറകെ അനുജനും. കുഞ്ഞ് KS-ൻ്റേതാണ്. KS-ൻ്റെ ഭാര്യ ദേവിയുടെ വീട്ടിലുണ്ട്. കോളേജ് ആനിവേഴ്സറിക്കുള്ള ഇൻവിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. പോയി എഴുത്ത് കൊണ്ടുവരൂ അനിയ. ദേവി അത് പറഞ്ഞത് അനുജൻ പോകുമ്പോൾ എന്നോട് എന്തോ സംസാരിക്കാനാണ്. അനുജൻ പോയില്ല. ഞങ്ങൾ ആ ഒഴിഞ്ഞ വീട്ടിൽ കയറി. അകത്ത് പുതിയ താമസക്കാരുടെ വേലക്കാരുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് അവർ പൂട്ടിപ്പോയാൽ തുറക്കാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ദേവി തന്നത് അപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ ചിലതൊക്കെ സംസാരിച്ചിട്ട് അനുജനും ഞാനും ഒരുമിച്ച് പാർവതി അമ്മയെ കാണാൻ പോയി. വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ദേവി എന്നെ കടാക്ഷിച്ചു. ഞാനും അനുജനും കൂടി പാർവതി അമ്മയുടെ വസതിയിൽ പോയി. അവൾ ബാല്യകാലസഖി ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുകയാണ്. അതേപ്പറ്റി സംസാരിച്ചിട്ട് ഞങ്ങൾ പോന്നു. അനുജൻ വീട്ടിലേക്ക് പോയി. ഞാൻ മുറിയിലേക്ക്. ദേവിയെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് നാളെയാണ്, സന്ധ്യയ്ക്ക് 6:45. അപ്പോൾ അനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരിക്കും. പിന്നെ അവിടെ സൗമിനി മാത്രമേ കാണൂ. ഞാൻ ചെല്ലുന്നത് വല്ലവരും കാണുമോ? 25:2:46 ദേവിയും ഞാനും കൂടി 1 മണിക്കൂർ ഇരുളിയിൽ കഴിച്ചിട്ട് വന്നിരുന്നു. എൻ്റെ മനസ്സിനാകെ വിഷമം, സംശയങ്ങൾ. ദേവിയെ സംശയിക്കാനുള്ള 1000 വഴികൾ. പക്ഷേ എനിക്ക് സംശയിക്കാൻ മനസ്സില്ല. ദേവിയോട് ചോദിക്കുവാനും. ദേവിയെ എങ്ങനെ വേദനിപ്പിക്കും? എങ്കിലും എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത മുറുമുറുപ്പുണ്ട്. ഇന്നുച്ചയ്ക്ക് ഒരു എഴുത്ത് വന്നു. അഞ്ജലിൽ. കോളേജ് ആനിവേഴ്സറിക്കുള്ള ഇൻവിറ്റേഷൻ ഫണ്ട് 27 ബുധനാഴ്ച 5:30. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ട് സന്ധ്യയാവാൻ കാത്തിരുന്നു. ഏകദേശം സന്ധ്യയോടടുത്തപ്പോൾ പോഞ്ഞിക്കര റാഫി വന്നു. നമ്പൂതിരിയും
ആകെ അസമാധാനം. നമ്പൂതിരി എന്നെ വിളിച്ചു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞയച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ അനുജനും എന്നെ ക്ഷണിച്ചു. പോയില്ല. അനുജൻ പോയി. റാഫിയെ മുറിയിലാക്കിയിട്ട് ഞാൻ ചെന്നു. 7 മണിയായിരുന്നു. ഞാൻ ഇടവഴിയിൽ കടന്നപ്പോൾ ദേവിയുടെ വീടിനടുത്തുനിന്ന് നമ്പൂതിരി വരുന്നു. എന്നെ കണ്ടപ്പോൾ നമ്പൂതിരി ആകെ വിളറിപ്പോയി. കാരണം, എടോ കഴിവേറി, താൻ എവിടെ പോയിരുന്നു? ഞാൻ ചോദിച്ചു. വിശേഷബുദ്ധിയായി ഒന്നും ഉണ്ടാകാത്ത പോലെ നമ്പൂതിരി പറഞ്ഞു. അവിടെ ആരുമില്ല, താൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ നേരെ ചെന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്പൂതിരി റോഡിൽ ഇറങ്ങി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവിയുടെ വീടിന് മുമ്പിൽ ചെന്നു. അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ പൂട്ടിക്കിടക്കുന്ന പുറകുവശത്തെ മതിൽക്കെട്ടിനുള്ളിൽ വാതിൽക്കൽ നിന്ന് ദേവിയുടെ ശബ്ദം. തുറക്കൂ ബഷീർ. ഞാൻ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്തു. വാതിൽ പതുക്കെ തുറന്ന് അകത്ത് കയറി വാതിലടച്ചു. വെള്ളവസ്ത്രം ധരിച്ച ദേവി, കയ്യിൽ ഒരു പിച്ചള പാത്രം. പൂട്ടിക്കിടന്ന മതിൽക്കെട്ടിനകത്ത് ദേവി എങ്ങനെ വന്നു? അയ്യോ ബഷീറെ, ആ നമ്പൂതിരി സംശയിക്കില്ലേ? അയാൾ പോയി. ബഷീർ എന്താ താമസിക്കുന്നതെന്ന് നമ്പൂതിരി വിചാരിച്ചില്ലേ? അയാൾ പോയി. ദേവി അകത്തേക്ക് കയറി. ഞാൻ താമസിച്ചിരുന്ന മുറിയുടെ വാതിൽ തുറന്ന് അകത്തു കയറി. അവിടെ വെച്ചാണ് ഞാൻ ദേവിയെ ആദ്യമായി കണ്ടത്. സഹവിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ അകത്ത് കടന്നു. ദേവി കണ്ണട എടുത്തു മാറ്റി ആലിംഗനം ചെയ്തു. ദേവി എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് ദേവി പറയുകയാണ്, എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് ബഷീറിന് അറിഞ്ഞുകൂടെ? ഞാൻ ദേവിയുടെ മുഖത്തും കഴുത്തിലും ചുംബിച്ചു. ദേവിയെ എടുത്ത് ഞാൻ മടിയിലിരുത്തി. എനിക്കിഷ്ടമല്ല ഇതൊന്നും. സാരമില്ല, ഞാൻ വീണ്ടും ചുംബിച്ചു. പറയൂ, എന്താണ് ബഷീറിന് പറയാനുള്ളത്? ദേവിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എഴുതിയിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. ബഷീറിന് എന്നോട് കാമമാണോ പ്രേമമാണോ ഉള്ളത്? എനിക്ക് പ്രേമമാണുള്ളത്. എനിക്ക് എല്ലാമുണ്ട്. ഞാൻ ദേവിയെ എടുത്ത് എൻ്റെ മടിയിലിരുത്തി ആലിംഗനം ചെയ്യുമ്പോൾ ദേവിയുടെ ആദ്യത്തെ പ്രേമത്തെപ്പറ്റി ഞാൻ ഓർത്തു. ദേവി ചോദിച്ചു, ബഷീർ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നമുക്ക് ജനലും വാതിലും തുറന്നിടാം. വല്ലാത്ത ശ്വാസം മുട്ടൽ. വേണ്ട, നാം വിയർക്കുന്നുണ്ട്. സാരമില്ല. ബഷീർ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് ഞാൻ തെളിയിക്കേണ്ടത്? ദേവിയുടെ കയ്യിൽ നിന്ന് വിഷം ഞാൻ വാങ്ങി കുടിക്കാം. ദേവി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ വരുമോ? ദേവിയുടെ വീടിൻ്റെ മൂലയിൽ ഒരു ഏണി വെച്ച് കയറി വരികയാണ് ചെയ്തത്. കേസും മറ്റും താമസിച്ചിരുന്നപ്പോഴും ഇല്ല. ഇങ്ങനെ വരുമോ? ദേവി ഇതിനു മുമ്പ് ആരെയും സ്നേഹിച്ചിട്ടില്ലേ? ദേവി വളരെ നേരത്തേക്കൊന്നും പറഞ്ഞില്ല. അന്ധകാരത്തിലെ ഗാഢമായ നിശബ്ദത. ഒടുവിൽ ദേവി പറഞ്ഞു, വളരെ അർത്ഥമുള്ള ഒരു വാക്യം. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ദേവിയെ വളരെ ആളുകൾ സ്നേഹിച്ചിട്ടുണ്ട്. ദേവി ആരെയും സ്നേഹിച്ചിട്ടില്ല. ദേവിയെ സ്നേഹിച്ചവരൊക്കെ ദേവിയെ ചുംബിച്ചിട്ടുണ്ടോ? ആലിംഗനം ചെയ്തിട്ടുണ്ടോ? എനിക്ക് എഴുതിയ മാതിരി എല്ലാവർക്കും എഴുതിയിട്ടുണ്ടോ? ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ബഷീർ, ഇതിനു മുമ്പ് ദേവിയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ബഷീറിന് എൻ്റെ പേരിൽ കാമമുണ്ടോ? എല്ലാമുണ്ട്, കാമവും പ്രേമവും. എനിക്ക് സ്നേഹമാണ്. ബഷീറിന് വെറും കാമം. കാമശമനത്തിന് ഈ നാട്ടിൽ വളരെ സ്ത്രീകളുണ്ടെന്നും എനിക്ക് കിട്ടാൻ വിഷമമില്ലെന്നും ദേവിക്കറിയാമല്ലോ. എനിക്ക് കാമമല്ല, അഫെക്ഷനാണ്. കാമവികാരം വേണമല്ലോ നാം ഭാര്യ ഭർത്താക്കന്മാരായി തീരുമ്പോൾ. അപ്പോഴല്ലേ. ആർ യു നോട്ട് മൈ വൈഫ്? നോ, ഐ ആം യുവർ ലവർ. സോ നൗ യു ആർ മൈ സ്വീറ്റ് ഹാർട്ട്. ഞാൻ വീണ്ടും ദേവിയെ ചുംബിച്ചു. വായിലും മുടിയിലും മാറിലും. ഞാൻ ഇതുവരെ ബഷീറിനെ ചുംബിച്ചിട്ടില്ലല്ലോ. ഇല്ല, ചുംബിക്കൂ. ഞാൻ ബഷീറിനെ സ്നേഹിച്ചു തുടങ്ങിയത് ഒരു വൈരാഗ്യത്തോടെയാണ്. പിൻവലിക്കാമെന്ന് ഉദ്ദേശിച്ചു. സാധിച്ചില്ല. അന്നൊരു ദിവസം കേസിൻ്റെ തൂവാല കണ്ട് ബഷീർ ദേഷ്യപ്പെട്ടില്ലേ? അത് അവർക്കാർക്കും സംശയം തോന്നാതിരിക്കാനാണ് ഞാൻ എൻ്റെ കേസിൻ്റെ തൂവാല ഉപയോഗിച്ചത്. സംശയം തോന്നാതിരിക്കാൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറി. ബഷീർ തെറ്റിദ്ധരിക്കുമോ? നാം ഭാര്യഭർത്താക്കന്മാരെ കഴിയുമ്പോൾ അതിന് വഴിയുണ്ടാക്കരുത്. ഇനി നമ്മുടെ വിവാഹകാര്യം. എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് പോരെ? ക്ഷമിക്കണം, ഒരു സാഹിത്യകാരനെന്ന നിലയ്ക്ക് സ്ഥിരമായൊരു വരുമാനം ഇല്ലല്ലോ. ശരിയാണ്, സാമ്പത്തിക ഭദ്രത വേണം. എങ്ങനെയെങ്കിലും വിവാഹ സമയത്ത് ഒരു 2000 രൂപ ഞാനുണ്ടാക്കാം. അത് വേഗം തീർന്നു പോകും. മദ്രാസിൽ പോയി നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ മാസത്തിൽ 300 രൂപ വേണം. കോഴിക്കോട്ടാണെങ്കിലോ? അവിടെയും അത്രയും ആകും. പിന്നെ എൻ്റെ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനന്തരവൾ ഒരു ക്രിസ്ത്യാനിയെയല്ലേ വിവാഹം ചെയ്തത്? വേറൊരുത്തി ഒരു മുസൽമാനെയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ജോലിക്ക് അന്വേഷിക്കാം. കരുണേട്ടന് 600 രൂപ ശമ്പളമുണ്ട്. കരുണേട്ടൻ അമ്മണിയുടെ ഭർത്താവല്ലേ? അതെ, അദ്ദേഹം എന്നോട് വളരെ സിൻസിയറായാണ് ഞാനൊരു മുസ്ലിമിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് എന്തെങ്കിലും ജോലി അന്വേഷിക്കും. ആ മുസ്ലിം ഞാനാണെന്ന് അദ്ദേഹം സംശയിക്കില്ലേ? സംശയിക്കട്ടെ. അപ്പോൾ പുറത്തുള്ള വാതിലിൽ ആരോ തൊട്ടുന്നതായി തോന്നി. മിണ്ടല്ലേ, ഞാൻ പറഞ്ഞു. ഞങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ഞങ്ങൾ വിയർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു. ദേവി പതുക്കെ ചോദിച്ചു, വാതിൽ സാക്ഷ ഇട്ടിട്ടില്ലേ? ഇല്ല.
ആരെങ്കിലും വന്നാൽ ഞാൻ പറയും എൻ്റെ കാമുകനാണെന്ന്. കൊള്ളാം, ആരും വരുന്ന മറ്റു കണ്ടില്ല. ചുമ്മാ തോന്നിയതായിരിക്കും അല്ലേ? അതെ. വിവാഹം കഴിയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, സംശയിക്കുകയും അരുത്. ഞാൻ വിവാഹം ചെയ്യുന്നില്ലെന്ന് ചേട്ടനുള്ള കത്തിൽ ധൃതിയിൽ എഴുതിപ്പോയതാണ്. തെറ്റിദ്ധരിക്കരുത്, എൻ്റെ സ്വഭാവം അറിയാമല്ലോ. നമുക്ക് വെളിയിലിറങ്ങാം, ഞാൻ പറഞ്ഞു. ഞാനും പോരട്ടെ പുതിയ മുറിയിലേക്ക്? നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം, വല്ലാത്ത ചൂട്. ഞങ്ങൾ വെളിയിലിറങ്ങി. ദേവി പറഞ്ഞു, വാതിൽ ചാരണം. ഞാൻ വാതിൽ ചാരി. ഞാൻ താമസിച്ചിരുന്ന മുറി. ഇനി നമ്മൾ ഇവിടെ ഒരിക്കലുമില്ല. ആരെങ്കിലും അറിഞ്ഞു പോയാൽ എന്നെ ബന്ധവസിൽ വയ്ക്കും. വീട്ടിൽ ഒരു സുഖവുമില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾക്കും മറ്റും സാക്ഷി നിൽക്കണം. എനിക്കറിയാം. ദേവി പാത്രമെടുത്തു. കുളം വരെ വരൂ. ഞങ്ങൾ ഇരുട്ടിലൂടെ നടന്നു. കുളത്തിനടുത്താണത്രേ ഏണി. അവിടെ ചെന്നപ്പോൾ ഒരു പട്ടി കുരച്ചു. ഞങ്ങൾ തിരിഞ്ഞു നടന്നു. ഞാൻ കതകു തുറന്നു. അയ്യോ, ഞാൻ കുടുങ്ങി. വീട്ടിൽ ആരുമില്ല. സൗമിനി അവൾ അറിയും. ദേവി എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഞാൻ പറഞ്ഞു, പോകൂ, പേടിക്കണ്ട. കുറെ കഴിഞ്ഞേ ബഷീർ പോകാവൂ. ഞാൻ കെട്ടിപ്പിടിച്ച് തെരുത്തരെ ചുംബിച്ച് ദേവിയെ വെളിയിലിറക്കി. ദേവി പെട്ടെന്ന് മുറ്റത്തു കൂടി വീട്ടിൽ കയറി. ഞാൻ വെളിയിലിറങ്ങി വാതിൽ പതുക്കെ അടച്ചു പൂട്ടിയില്ല. ഞാൻ പോന്നു. മനസ്സിന് എന്ത് വിഷമം. 27/2/46. ദേവിയെ കുറേ ദിവസത്തേക്ക് കാണരുതെന്ന് കരുതിയിരുന്നു. എന്തിനു കാണുന്നു? ആദ്യത്തെ പ്രേമവൃത്താന്തം എന്തുകൊണ്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ല? അതുകൂടാതെ എത്രയോ പ്രേമബന്ധങ്ങൾ ഉണ്ടായി കാണും. KS മുതലായവരുമായിട്ടുള്ള ബന്ധം എന്താണ്? കോളേജ് ആനിവേഴ്സറിക്ക് ദേവി ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. എനിക്ക് 2 അയച്ചിരിക്കുന്നു. ഞാൻ പോകുന്നില്ല. ദേവിക്ക് എന്തിനൊക്കെയോ സമ്മാനങ്ങളുണ്ട്. അക്ഷരശ്ലോക മത്സരം മുതലായവയ്ക്ക്. 4 മണിക്ക് അനുജൻ വന്ന് അന്വേഷിച്ച് BT കോളേജിലേക്ക് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പോയതായി അടുത്തുള്ള മുറിയിലുള്ളവർ പറഞ്ഞു. ഞാൻ പോകുന്നില്ല. കഠിനമായ വൈരാഗ്യം, അതോ അസൂയയോ? എന്തായാലും സമയത്ത് ഞാൻ ഇറങ്ങി നടന്നു. ദൂരെ സൗമിനി വേറൊരു പെൺകുട്ടിയുമായി കോളേജിലേക്ക് പോകുന്നത് കണ്ടു. ഞാൻ തിരികെ മുറിയിൽ വന്നു. ഒരു 7 മണിയായി കാണും. ഞാൻ വെളിയിലിറങ്ങി. റോഡിൽ ചെല്ലുമ്പോൾ ദേവി വർണ്ണവൈവിധ്യത്തോടുകൂടിയ ഒരു സാരി ആകെ കൂടി സുന്ദരിയായി വരുന്നു. കൂടെ സൗമിനിയും സാവിത്രിയും, പിന്നെ വളരെ ചെറുപ്പക്കാരികളും. ദേവി എന്നെ വിളിച്ചു. ആനിവേഴ്സറിക്ക് ചെല്ലാത്തതെന്തെന്ന് ചോദിച്ചു. ഓ, ഞാൻ ചെന്നില്ല എന്ന് മാത്രം പറഞ്ഞു. ദേവി പ്രൊട്ടസ്റ്റ് ചെയ്ത് പോന്നിരിക്കുകയാണത്രേ. ഒരു മോണോ ആക്ടിന് പ്രിൻസിപ്പൽ സമ്മതിച്ചില്ല. 3 മെഡൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പക്കൽ തന്നു. 3 വെള്ളി മെഡലുകൾ, പിന്നെ ഒരു സർട്ടിഫിക്കറ്റും. മെഡൽ എടുത്തോളൂ, ഞാൻ പറഞ്ഞു. വേണ്ട, ദേവി പോയിക്കോളൂ. എന്തായിരുന്നു മോണോ ആക്ട്? ബഷീറിൻ്റെ അനർഘ നിമിഷങ്ങളിലെ സന്ധ്യാപ്രണാമം. ഞാനൊന്നും പറഞ്ഞില്ല. മറ്റു വിദ്യാർത്ഥിനികൾ വനിതാ വിദ്യാലയത്തിലേക്ക് പോയി. ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയാൽ മതി, ദേവി പറഞ്ഞു. ഞങ്ങൾ നടന്നു. ഇടവഴിയിൽ കയറി വീടിൻ്റെ വാതിൽക്കൽ നിന്നു. അനുജനെ കൂടാതെ ചെന്നാൽ അമ്മ തോന്നിയത് പറയും, ദേവി പറഞ്ഞു. അനുജൻ കോളേജിലാണ്. ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു. എന്തോ സൗമിനി പറഞ്ഞു. അതിന് ഞാനും എന്തോ പറഞ്ഞു. ദേവി പറഞ്ഞു, ഞാൻ പണമില്ലാതെ വിഷമിക്കുന്നു, ഒരു മോതിരം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ സൗമിനി പറയുകയാണ്, ഓ, ബഷീർ ചേട്ടത്തി പറയുന്നതേ വിശ്വസിക്കുകയുള്ളൂ. എനിക്കറിയാം. എന്തിനാ സൗമിനി ഈ കുത്തുവാക്ക്? ദേവി ചോദിച്ചു. അങ്ങനെ അനുജൻ വന്നു. ഞാൻ പോരാൻ നേരത്തെ ദേവി പറഞ്ഞു, നാളെ 6 മണിക്കോ 7 മണിക്കോ പാർവതിയമ്മ ബഷീറിനെ കാണാൻ ഇവിടെ വരും. അത് ശുദ്ധ നുണയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ വരാം. 28/2/46. രാത്രി വീണ്ടും സ്വപ്നം. അട്ടക്കാലിൽ കടിച്ചിരിക്കുന്നു. ഞാൻ പേന കത്തിക്കൊണ്ട് അതിനെ ചുരണ്ടി മാറ്റിക്കളഞ്ഞു. ദേവിയെ കാണാൻ രാവിലെ 6:45 ഞാൻ ചെന്നു. അനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയ ഉടനെ ഞാൻ ഇടവഴി കയറി കുറെ അങ്ങ് ചെന്നപ്പോൾ പിറകിൽ നിന്ന് ദേവിയുടെ ശബ്ദം. ഞാൻ തിരിഞ്ഞു നിന്നു. ദേവി എവിടെയോ എന്നെ കാത്തു നിന്നിരുന്നു. ഞങ്ങൾ നടന്നു. ദേവി പറഞ്ഞു, മറ്റേ കെട്ടിടത്തിൻ്റെ വാതിൽ പൂട്ടിയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് കയറാം. നിൽക്കൂ, മറ്റേ വീട്ടിൽ ആരുണ്ടെന്ന് നോക്കട്ടെ. ദേവി മുമ്പേ നടന്ന് അങ്ങോട്ട് നോക്കി. എന്നിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറി. പിറകെ ഞാനും. അത് കഴിഞ്ഞ് ദേവി വാതിൽ അടച്ചു. എന്നോട് പറഞ്ഞു, ഇരിക്കൂ. ഞാൻ ദാ വന്നു കഴിഞ്ഞു. ദേവി ചെന്ന് മതിലിന് വെളിയിലേക്ക് എത്തിച്ചു നോക്കി. അടുത്ത വീട്ടിലുള്ള ആരെയോ വിളിച്ചു എന്തോ പറഞ്ഞു. അവിടെ അപ്പുറത്തെ മതിലിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ദേവിയോട് ആരോ എന്തോ പറഞ്ഞു. ദേവി പറഞ്ഞു, നമുക്ക് അകത്തിരിക്കാം. ദേവി ഞാൻ താമസിച്ചിരുന്ന മുറിയിൽ കയറി. ഞാനും അകത്ത് കടന്ന് നിലത്തിരുന്നു. ദേവി പറഞ്ഞു, ഇരിക്കാൻ എൻ്റെ നേരിത് തരാം. വേണ്ട. ദേവി കണ്ണട എടുത്തു ജനൽപ്പടിയിൽ വെച്ചിട്ട് ജനലിൽ ചാരി നിന്നു. ഞാൻ കണ്ണുകളിൽ ചുംബിച്ചു. കുറേ സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിക്കൂ. പക്ഷേ എങ്ങനെയാണ് തുടങ്ങുക? എങ്കിലും ഞാൻ തുടങ്ങി. ദേവിക്ക് എന്നോട് അഫെക്ഷനാണ്. എനിക്ക് ദേവിയോട് പാഷൻ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ യോജിക്കും? നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയത്തിലാകണമെങ്കിൽ ദേവിക്ക് എന്നിലും എനിക്ക് ദേവിയിലും കാമം ഉണ്ടായിരിക്കണം. അലക്കി സ്ത്രീക്കിട്ട സ്നേഹമല്ല എനിക്ക് വേണ്ടത്. ഇന്നുള്ള ദാമ്പത്യ ബന്ധങ്ങൾ മിക്കതും പരാജയത്തിൽ കലാശിക്കുന്നത് അസംതൃപ്തമായ കാമവികാരം മൂലമാണ്. ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ
ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഭർത്താവിന് കഴിയുന്നില്ലെങ്കിൽ അവൾ മറ്റുള്ളവരെ സമീപിക്കും. സദാചാരബോധത്തെ പഴി പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. എപ്പോഴെങ്കിലും എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വന്നാൽ അതപ്പോഴല്ലേ? ഇപ്പോൾ ദേവിക്ക് എൻ്റെ പേരിൽ കാമവികാരമുണ്ടോ? ദാറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ എവറി ഫീമെയിൽ. അപ്പോൾ കാമത്തിനാണോ പ്രാധാന്യം? എല്ലാറ്റിൻ്റെയും പശ്ചാത്തലം ഒന്ന് മാത്രം. ഇനിയൊന്ന് പറയാനുണ്ട്. എന്ത് പറഞ്ഞാലും എനിക്ക് ബഷീറിനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. ഇത് വളരെ ചിന്തിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് 35 വയസ്സുണ്ട്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ വയസ്സനാവും. ദേവിക്കപ്പോൾ എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ഓ, ഐ വിൽ ബി ദയർ ടു ലവ് യു. ദേവി, നാം പരിചയപ്പെട്ടത് ഈ മുറിയിൽ വെച്ചാണ്. ദേവി ആ തൂണിൽ ചാരി നിന്നു. അന്ന് ദേവിയെ കണ്ട ഉടനെ എ സാഡ് സ്വീറ്റ് പോയം എന്ന് തോന്നാൻ കാരണമുണ്ടായത് എന്താണെന്നോ? ഓ, ഐ ആം സാഡ് ബൈ നേച്ചർ. അതുകൊണ്ടല്ല, ദേവിക്ക് ഒരു പ്രേമനൈരാശ്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ആ കഥ ദേവി ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, എന്നെ വിശ്വസിക്കൂ. തുടർന്ന് കരുണേട്ടൻ ദേവിയെ സ്നേഹിച്ചിരുന്നു എന്നോ അമ്പാവൻ്റെ മകൻ അപ്പുവിന് ഇപ്പോൾ ഭ്രാന്താണെന്നോ ഒക്കെ ദേവി പറഞ്ഞു. പിന്നെ KGP നായരെ കൊണ്ട് ദേവിയുടെ ജ്യേഷ്ഠൻ വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നതും മറ്റും. തുടർന്ന് സരസ്വതി ദേവി തീർത്ത് പറഞ്ഞു. ഇനി ബഷീറിനെ കൂടാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ബഷീർ എന്നെ വിവാഹം ചെയ്താൽ പിന്നെ പശ്ചാത്തപിക്കുമോ? നമ്മുടെ ഇടയിൽ എന്തെങ്കിലും വന്നു ചേർന്നാൽ ബഷീറിനെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയാതെ വന്നാൽ ഞാൻ മരിച്ചു കളയും. ദേവി, ഭാവിയെപ്പറ്റി ഇപ്പോൾ ഒന്നും തീർത്ത് പറയണ്ട. നമ്മുടെ പിടിയിലല്ലോ. എല്ലാം മംഗളകരമായി തീരുമെന്ന് വിശ്വസിക്കാം. ഞാൻ സരസ്വതി ദേവിയുടെ കണ്ണുകളിൽ ചുംബിച്ചു. മുടിയിലും ചുണ്ടുകളിലും മുഖത്തും കഴുത്തിലും ഞാൻ ആകെ മണപ്പിച്ചു നോക്കി. സ്ത്രീ ആകെ ഒരു സുരഭിലിത പുഷ്പമാണ്. സ്ത്രീ ഒരു അത്ഭുത സൃഷ്ടിയാണല്ലോ. ദാഹശമനത്തിനുള്ള. ദൈവമേ, തൊട്ടടുത്ത് സ്ത്രീകളില്ലാത്ത നീണ്ട വർഷങ്ങളിലെ ദിനരാത്രങ്ങൾ ഞാൻ ദേവിയെ മുറുകെ ആലിംഗനം ചെയ്തു. ദേവിയുടെ വായിൽ ഉമ്മ വച്ചു. എൻ്റെ നാവ് ദേവിയുടെ വായിൽ കടത്തി ദേവിയുടെ നാവിനെ ആലിംഗനം ചെയ്തു. ദേവിയുടെ ഉമിനീരിൽ എൻ്റെ നാവ് തൊട്ടു. ഞാൻ ദേവിയുടെ മുലകളിൽ പിടിച്ചു. ബ്ലൗസൂരി ബോഡി സഹിക്കൂ. ഡു യു വാണ്ട് മീ ടു? യെസ്. ദേവി അങ്ങനെ ചെയ്തു. കറുത്ത മുടി അഴിഞ്ഞു തോളുകളിൽ. തുരുത്തുരുണ്ട സുന്ദരമായ വെളുത്ത നഗ്നമുലകൾ. ആകാശമാകുന്ന നെഞ്ചിലെ 2 അത്ഭുത പൂനിലാവുകൾ. ദേവി മഹാമായേ, സരസ്വതി ദേവി വന്ദനം. മുലകളുടെ ഭംഗി, അതിൻ്റെ മാതകത്വം, മുലകളുടെ സൗരഭ്യം ഞാൻ മണപ്പിച്ചു നോക്കി. സുഗന്ധത്തിൻ്റെ അത്ഭുതകരമായ ഒഴുക്ക്. തോന്നലാണോ? എല്ലാം തോന്നലാണല്ലോ. മായ, അതേയോ? ഞാൻ ദേവിയുടെ മുലകൾ 2 മണപ്പിച്ചു നോക്കി. ഉമ്മ വെച്ചു. 100 ഉമ്മകൾ. 2 തടവി തഴുകി താലോലിച്ച് മുല വായിലെടുത്തു. മുലക്കണ്ണുകളിൽ നീണ്ട രോമങ്ങളോ? അതെ, 2 മുലകളിലും കറുത്തു നീണ്ട രോമങ്ങൾ. ചില സ്ത്രീകൾക്കിത് കാണും. പ്രസവിക്കുമ്പോൾ ഊരിപ്പോകും. എന്നാണ് ദേവി പ്രസവം? ദേവി ഊറി മന്ദഹസിച്ചു കൊണ്ട് നിന്നു. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ വായിൽ ഉമ്മ വച്ചിട്ട് ദേവിയുടെ നാക്ക് എൻ്റെ വായിലേക്ക് ഇറക്കി. ഞാൻ ദേവിയുടെ നാക്ക് കുടിച്ചുകൊണ്ട് നിന്നു. എൻ്റെ കൈകൾ സരസ്വതി ദേവിയുടെ സാമാന്യം വലിയ ചന്തി തഴുകിക്കൊണ്ട് നിന്നു. അപ്പോൾ ദേവിയുടെ നാഭി എൻ്റെ നാഭിയിൽ ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു. ദേവി, നിൻ്റെ സുന്ദര സുരഭിലമായ ആ രഹസ്യ പുഷ്പം എന്നെ കാണിക്കൂ. ഐ ആം യുവേഴ്സ്, പ്ലീസ്. ദേവിയുടെ ബോഡീസും ബ്ലൗസും ഞാൻ മണപ്പിച്ചു നോക്കി. ഉമ്മ വച്ചിട്ട് കൊടുത്തു. ബോഡീസ് കെട്ടിക്കഴിഞ്ഞപ്പോൾ ദേവിയുടെ മുലകളിൽ വീണ്ടും വീണ്ടും ഞാൻ ഉമ്മ വച്ചു. സൃഷ്ടിയിലെ മറിമായം, ഒക്കെയും അത്ഭുതം തന്നെ. ദേവി ബ്ലൗസിട്ട് സാരി ശരിപ്പെടുത്തി എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കഴുത്തിൽ തെരുതെരെ ഉമ്മ വച്ചിട്ട് എൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട്. ഞാൻ മരിച്ചു പോകുന്നെങ്കിൽ എന്നെപ്പറ്റി ഒരു കഥ എഴുതണം. അതിനെപ്പറ്റി ഇപ്പോൾ പറയണ്ട. ഞാൻ മരിച്ചു പോയെങ്കിലോ? എഴുതിയിട്ട് മരിക്കണം. എഴുതുമോ? ദേവി ചൂണ്ടുവിരലിലെ മോതിര ഊരി. ഞാൻ മോതിര ഉണ്ടാക്കാൻ പറയാം. അളവ് എൻ്റെ ചെറുവിരലിൽ ഇട്ടു. കടന്നില്ല. വലുതാക്കി ഉണ്ടാക്കിക്കാം. കരുണേട്ടൻ്റെ കത്തുണ്ട്. എൻ്റെ കാമുകൻ്റെ പേര് ബഷീർ എന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. ബഷീറിനോട് ഹിന്ദുമതം സ്വീകരിക്കാൻ പറയാൻ എഴുതിയിരിക്കുന്നു. കുട്ടിയുണ്ടായാൽ ഞാൻ അതിനെ ഹിന്ദുവാക്കി വളർത്തിക്കോട്ടെ. ഉണ്ടാവുമ്പോഴല്ലേ? ഉണ്ടാവില്ലേ? ആ, എങ്ങനെയായാലും ഞാൻ ബഷീറിനെ സ്നേഹിക്കുന്നു. കുനിഞ്ഞ് എൻ്റെ 2 പാദങ്ങളിലും ചുംബിച്ചു. ഞാൻ പിടിച്ചുയർത്തി ചുണ്ടുകളിലും കഴുത്തിലും മറ്റും ചുംബിച്ചു. ദേവിയുടെ വിയർപ്പിൻ്റെ നാറ്റം. പെണ്ണിൻ്റെ മണമാണല്ലോ സൗരഭ്യം. അപ്പോൾ തങ്കേ, തങ്കേ എന്ന് ദേവിയുടെ അമ്മ വിളിക്കുന്നത് കേട്ടു. കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വാതിലിൻ്റെ ഇടയിലൂടെ നോക്കി ദേവി പറഞ്ഞു, പഠിക്കൽ സൗമിനിയുണ്ട്. സൗമിനിക്കറിയാം. ഏതായാലും സൗമിനിയോട് പറയൂ. പറയാം. എപ്പോഴായാലും അവൾ അറിയാനുള്ളതല്ലേ. വീണ്ടും ദേവി എന്നെ കെട്ടിപ്പിടിച്ചു. ചുംബിച്ചിട്ട് വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി. ദേവി ചെന്ന് പഠിക്കലിരിക്കുന്ന സൗമിനിയുമായി സംസാരിക്കുന്നത് കണ്ടു. ഞാൻ മതിൽ ചാടിക്കടന്നു പോന്നു. മുറിയിൽ വന്ന് കുറേ സമയമായിരുന്നു. വല്ലാത്ത ക്ഷീണം. രാത്രി മുഴുവനും ദേവി എന്നെപ്പറ്റി ചിന്തിക്കുന്നതായ തോന്നൽ. വലതുവശത്ത് പള്ളയിലും മറ്റും ചെറിയ വിങ്ങലുകൾ, തുടർച്ചയായ വിങ്ങലുകൾ. പാദങ്ങളിൽ നിന്ന് 2 ചെറു വിങ്ങലുകൾ.
ചുംബനങ്ങളുടേത് ദേവിയുടെ ചുംബനങ്ങൾ.